അതേപോലെ തന്നെ എൻ്റെ നാട്ടുകാരനായ ലിജോ ഉണ്ട്, അദ്ദേഹം മിഡിൽ ഈസ്റ്റിലാണ്. കേരളത്തിന് ഇലക്ഷൻ തന്നെയാണ് ടോപ്പിക്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ലിജോയോടാണ്. ലിജോ, കേരളത്തിലെ ഇന്ന് ഈ പറയുന്ന ഇലക്ഷൻ, അതായത് 2026 നിയമസഭാ ഇലക്ഷൻ്റെ ഈ പബ്ലിക് മൂഡ് എന്ന് പറയുന്ന ഏത് രീതിയില്ല? ചുരുങ്ങി ഒരു ഉത്തരവാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ പ്രസന്റ് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഞാൻ രാവിലെ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും LDF ഗവൺമെന്റിനെ ജനങ്ങൾ പുറത്താക്കും. അതാണ് എന്റെ ഒരു ടേക്ക്. പുറത്താക്കുക എന്ന ഉദ്ദേശിച്ചത് ശരിയായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു ആന്റി ഇൻക്യുബൻസി ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് അത് ശരിയാണ് എന്ന് പറയാൻ കഴിയും. അത് വിശദീകരിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇടതുപക്ഷ സർക്കാർ എന്ന ലേബലാണല്ലോ ഇപ്പോഴത്തെ ഗവൺമെന്റിന്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ എന്ന പേരുള്ളപ്പോൾ തന്നെ അവരുടെ പോളിസികളിലും പോളിസി ഔട്ട്ലുക്കിലൊക്കെ തന്നെ അതൊരു വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച ഒരു ഗവൺമെന്റ് ആയിട്ടാണ് സാധാരണ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക. അത് ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്നും മാറി എന്ന് സാധാരണക്കാർ ഈ ഗവൺമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇതിൽ തന്നെ പല ഭരണത്തിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലും, പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പില് ഒക്കെ തന്നെ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണല്ലോ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിൽ ഈ ഗവൺമെന്റ് എന്നെ ഒരു പരാജയം സംഭവിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. അപ്പോൾ തന്നെ അതാണ്. അത് മാത്രമല്ല, നീണ്ട ഒരു 10 വർഷമായിട്ട് ഗവൺമെന്റ് ഭരിക്കുകയാണ്. അപ്പൊ ഈ ഗവൺമെന്റ് ഒരു 10 വർഷമായിട്ട് ഗവൺമെന്റിനെ കാണുമ്പോൾ ഈ ഗവൺമെന്റിനെ മാറ്റി പുതിയ ഗവൺമെന്റ് വരട്ടെ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. സാധാരണഗതിയിൽ കേരളത്തിൽ ഓരോ 5 വർഷം കൂടുന്തോറും മാറി മാറിയാണ് ഗവൺമെന്റുകൾ വരിക. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ഗവൺമെന്റിനെ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അത് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു, ഒരു അടിയന്തര സാഹചര്യമായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ ജനങ്ങൾ ഈ LDF തന്നെ തുടരട്ടെ എന്നാണ് ജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്തത്. പക്ഷെ ഇന്ന് ആ ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും ഒരു ഭരണവിരുദ്ധ വികാരം. ഇപ്പൊ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഭരണപരാജയങ്ങളിൽ ഊന്നിക്കൊണ്ട് ഉള്ള ഭരണപരാജയം, ആ ഭരണപരാജയം സംഭവിച്ച ഗവൺമെന്റിനെ പുറത്താക്കണം എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അതിൽ തന്നെ ജനങ്ങൾ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം, ഇപ്പം ഗവൺമെന്റ് പറയുന്ന സംഭവമുണ്ട്, അതായത് ഗവൺമെന്റ് പറയുന്ന ക്ലെയിംസ്, അതായത് കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഉണ്ടായില്ല, പെൻഷൻ മുടങ്ങിയില്ല, ഏറ്റവും കൂടുതൽ ജനകീയപ്രദമായ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇതൊന്നും ഒരു പോസിറ്റീവായിട്ട് ജനങ്ങൾ കണക്കിലാക്കൂ. ഇതാണ് തീർച്ചയായിട്ടും അങ്ങനെ അവകാശപ്പെടാൻ ഈ ഗവൺമെന്റിന് കഴിയും. പക്ഷേ ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത്, ഓരോ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ എതിർ സംഭവിച്ചില്ല. പവർ കട്ട് ഇപ്പോഴും പവർ കട്ടിലാണ്, അല്ലെങ്കിൽ ഇപ്പോഴും കേരളം ഒരു മുന്നോട്ട് വരുന്നില്ല. എങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഇത് LDF സർക്കാരിന്റെ ഒരു മേൽമയായിട്ട് മുന്നിലായിട്ട് മാത്രം നമുക്കിതിനെ ചിത്രീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പവർ കട്ടില്ല. അപ്പൊ അതിന് വേറെ പല കാരണങ്ങളുണ്ട്. ഈ കൂടുമ്പോഴും തുറത വൈദ്യ അവിടുന്ന് നമുക്ക് കിട്ടുന്നില്ല. ആ പ്രോജക്റ്റ് എല്ലാം കൊണ്ടുവന്നത് ഈ ഗവൺമെന്റ്. ഉണ്ടായിട്ടില്ലേ ഇത് ഫൈൽ ചെയ്യുന്നത്? കൂടംകുളം പ്രോജക്റ്റിന്റെ ലൈൻ കൊണ്ടുവന്നത് പിണറായി ഗവൺമെന്റാ. കാരണം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സംഭവം. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടു. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ ജനങ്ങൾ നോക്കുന്ന എന്താണ്? അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പൊ അതിന് യെസ് ഓർ നോ. കാര്യം ഇവിടെ വൈദ്യുതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ ഗവൺമെന്റ് പുതുതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത സംഗതി ഒന്നുമില്ല വീടുകളോ. അല്ല അവിടേക്ക് ഇവിടുത്തെ ക്ലാരിറ്റി വേണം. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ലൈൻ എടുക്കാൻ, അതായത് കൂടംകുളം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട്
ഈ പറയുന്ന അവിടുന്ന് ഇമ്പോർട്ട് കൊണ്ടുവരാനുള്ള ഇലക്ട്രിസിറ്റി ലൈൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പ്രോജക്റ്റാണ്. അത് നടപ്പിലാക്കിയത് പിണറായി വിജയൻ ഗവൺമെന്റ് ആണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ. രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, ഹൈവേ പ്രോജക്റ്റ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടത്താൻ പറ്റില്ല, കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ പ്രോജക്റ്റ് നടത്താൻ പറ്റത്തില്ല എന്ന് ഒഴിഞ്ഞു മാറിയതാണ്. അതേപോലെ പൈപ്പ് ലൈൻ പ്രോജക്റ്റ്, LNG പ്രോജക്റ്റ്, ഇതൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടത്താൻ പറ്റില്ല, ഈ സ്ഥലം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സംഭവമാണ്. അത് നടപ്പിലാക്കി എന്ന് പറയുന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പോസിറ്റീവ് അല്ല. ഇതാണ് എന്റെ ചോദ്യം. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് നമ്മള് ഈ കാലഘട്ടത്തിൻ്റെതായ ആവശ്യകതയ്ക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. അപ്പൊ തന്നെ നോക്കേണ്ടത് വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ആണവ വൈദ്യുതി ഇതിന് എതിരായിട്ടൊക്കെ നിലപാടെടുത്ത് ഇടതുപക്ഷ ആളുകളാണ്. നമുക്ക് പെരിഞ്ഞോൻ എന്ന സ്ഥലത്ത് അവിടെ ഒരു ആണവ നിലയം കൊണ്ടുവരിക എന്ന് രണ്ടിടത്ത് ആരാ എതിർത്തത്? കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ആളുകളാണ്. പിന്നെ അതേപോലെ ഇത് ഞാൻ 2016 തുടക്കത്തില് അവിടെ ഒരു ആതിരപ്പള്ളിയിൽ വലിയൊരു അണക്കെട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോഴത്തേനും അതിനെ എതിർത്തത് ആരാണ്? CPIയും ഒക്കെ എതിർത്തിട്ടുള്ള ആളുകളാണ്. നോക്കുക, ഇവിടെ പറയുന്നത് വെച്ചാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് എതിർത്തു എന്ന് പറയുമ്പോഴത്തെ പിന്നീട് വരുന്ന UDF ഗവൺമെന്റ് അല്ലെങ്കിൽ വേറെ ഇതിനകത്ത് മറ്റു കാര്യങ്ങളുണ്ട്, എൻവയൺമെന്റ് ഫീസിബിലിറ്റി. അപ്പൊ ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തിയിട്ട് അപ്പം അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇതെല്ലാം വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് അതൊക്കെ കാര്യം പറയാം. അപ്പം ഈ കൂടുതലും പ്രോജക്റ്റ്, അതായത് അതിന്റെ ലൈൻ വലിക്കാനും പൈപ്പ് ലൈൻ പ്രോജക്റ്റും ഹൈവേ എന്ന് പറയുന്നത് അത് പ്രായോഗികമായിട്ടുണ്ടായതാണ്, അല്ലാതെ അത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ സക്സസ് അല്ല എന്നാണോ ബിജോ പറയുന്നത്? ഇതെല്ലാം ഒരു പോളിസിയാണ്. അപ്പൊ ഇനി ഏത് ഗവൺമെന്റ് മാറുവാണെങ്കിലും ഇത് ഒരു വിഷയം തന്നെയേക്കാം. അല്ലാതെ ലിജോയുടെ ക്ലാരിറ്റി എടുക്കട്ടെ. ഒരു കാര്യത്തിൽ പറയുന്നത് ലിജോക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല സാർ, അത് പബ്ലിക് പെർസെപ്ഷൻ ആണ് ലിജോ പറയുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞത്. ലിജോക്ക് ഒരിക്കലും ക്ലാരിറ്റി ഉണ്ടാവില്ല ഈ സ്റ്റേനല്ലേ. അല്ല, ലിജോയ്ക്ക് എന്ത് ക്ലാരിറ്റി വരണമല്ലോ. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉള്ള സമയത്ത് അന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രപ്പോസലാണ് ഈ പറയുന്നതൊക്കെ. അതായത് ഗവൺമെന്റ് കൂടംകുളം പ്രോജക്റ്റിന്റെ വൈദ്യുതി ലൈൻ അന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രപ്പോസലാണ്, ഇത് ചെയ്യണം. അതേപോലെ തന്നെ LNG പൈപ്പ് ലൈൻ, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രപ്പോസലാണ്. അതുകൊണ്ട് ഉണ്ടായ മാറ്റം ഭയങ്കരമാണ് കേരളത്തില്. അതേ NH-66 ഇത് ഗവൺമെന്റിന്റെ പ്രപ്പോസലാണ്. നേരത്തെ മുതൽ കേരളം ഇതിന്റെ പുറകെ നടക്കുവാണ്. 30 മീറ്റർ പോലും എടുക്കാൻ പറ്റുന്നില്ല, കേരളത്തിൽ സ്ഥലം എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഉണ്ടായ സംഭവമാണ് ലിജോ. ഇത് നമുക്ക് മാറ്റിയൊന്നുമില്ല. അപ്പം അത് എന്ന് പറയും എൻ്റെ ഒരു ഇതനുസരിച്ച് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സക്സസ് ആണ് ഈ പറയുന്ന പെൻഷനും മണ്ണാക്കട്ടേക്കോടെ മാറ്റി നിർത്തുക. ഈ പറയുന്ന 3ഓളം പ്രോജക്റ്റുകൾ പിണറായി വിജയൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഞാൻ തുകയിലോട് ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങള് ലിജോ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഗവൺമെന്റിനെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അജണ്ട? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ വരണം എന്ന് തുഫയിൽ ആഗ്രഹിക്കുന്നതിന്റെ കാര്യം? ആഗ്രഹിക്കുന്നല്ല, എനിക്ക് തുഫയിലെ ആഗ്രഹത്തിന് താല്പര്യമൊന്നുമില്ല. ഒന്നിൽ പറയേണ്ട പബ്ലിക് പെർസെപ്ഷൻ, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെന്റ് വരണം എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം. ഞാൻ പിണറായി വിജയൻ ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ വഴിമില്ല പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് ഒരു പെർസെപ്ഷൻ സെറ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പൊ ലിജോ പറയുമ്പോൾ പോയിന്റ് നോക്കാം. ലിജോ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നു, ഞാൻ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ്. അപ്പം ലിജോക്ക് പറയാൻ പറ്റുന്നില്ല എന്താണ് ഭരണവിരുദ്ധ വികാരത്തിന് കാരണം. വികസനം ഇല്ലെന്ന് സാറ് ചോദിക്കുമ്പോൾ മറുപടി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞത് അത് ലിജോക്കുള്ളത് ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് കൂടത്തിനെതിരെയുള്ള വികാരമാണെന്ന്. അത് ലിജോക്ക് പറയാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് പബ്ലിക്കിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പറഞ്ഞാൽ അത് ഡയറക്റ്റ് റീസൺ കൊണ്ടല്ല, ഇൻഡയറക്റ്റ് റീസൺ കൊണ്ടാണ് ലിജോനെ പോലുള്ള ആളുകൾക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നത്. അതിൽ ലിജോ പറഞ്ഞ ഒരു സാധനം ശ്രദ്ധിക്കാം, വലതുപക്ഷ വ്യതിയാനം ഉണ്ടായിരുന്നു.
ലിജോ പറയുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് ആളുകളിൽ വരുന്നത്. ഇതൊന്നും ആളുകൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ തിയോററ്റിക്കലി തന്നെയാണ് അനലൈസ് ചെയ്യേണ്ടത്, എന്താണ് ആളുകളുടെ സൈക്കോളജി പോകുന്നത് എന്നുള്ളത്. അപ്പൊ അതും നമുക്ക് പറയാൻ പറ്റും. കാരണം അത് ഞാൻ സാറിന്റെ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു, ലെഫ്റ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയും അവരുടെ സർക്കാരും രണ്ടാണ്. അവരെപ്പോഴും രണ്ടായിട്ടാണ് കാണുന്നത്. ലെഫ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് തന്നെ അപ്പൊ ഞാൻ തുത്തിനോട് ഫിലോസഫി ഒന്നും ചോദിച്ചില്ല, സിമ്പിൾ ചോദ്യം. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ ലെഫ്റ്റിനെ എലക്ട് ചെയ്ത് വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് താങ്കൾ പറയുന്നത്? ഈ പറയുന്ന ഇൻകംബൻസി ആന്റി ഇൻകംബൻസി ഇല്ല എന്ന് പറയുന്നത്. ഇത് ഞാൻ അധികാരത്തിൽ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഞാൻ ആന്റി ഇൻകംബൻസി ഉണ്ടോ ഇല്ലയോ? ആന്റി ഇൻകംബൻസി ഇല്ല, എന്നാൽ സ്റ്റേറ്റിന്റെ എതിരിൽ ഒരു Listen, no, to make unbothered this thing. Make it clear. Parliament election. Okay. കേരളത്തിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം CPM അധികാരത്തിൽ വരില്ല. പക്ഷെ CPM പറഞ്ഞൊരു അജണ്ടയുണ്ട്, പക്ഷെ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തില്ല. രണ്ടാമത്, അതായത് ലോക്കൽ ബോഡി എലക്ഷൻ, അതിനകത്ത് കൃത്യമായിട്ട് CPM ലീഡേഴ്സ് പോലെ അക്സെപ്റ്റ് ചെയ്തു. അതായത് അവര് തോൽവി ഏറ്റുവാങ്ങി. ഓക്കെ, അതേപോലെ വോട്ടിങ്ങിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു. അതായത് പലയിടത്തും കറക്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ എഡ്ജ് ഉണ്ടായിട്ടുണ്ട്. ആ എഡ്ജ്, ഒരു മിനിറ്റ്, അലോ മീ ടു ടോക്ക്. അപ്പൊ ആ എഡ്ജ് എന്ന് പറയുന്നത് കിട്ടുന്ന സിഗ്നൽ എത്തുക, സൈൻ ഓഫ് ബ്രോക്ക്. ആ എഡ്ജ് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഇൻകംബൻസി തന്നെയാണ്. അപ്പൊ അതില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അല്ല, എന്നോട് പറയുന്ന തിയറി വെച്ചല്ല പറയുന്നത്, സിമ്പിളായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്രമാത്രം ആന്റി പിണറായി ആയിട്ട് കഴിഞ്ഞ 2 ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന റീസൺ പറഞ്ഞാണ്. ഞാൻ ലിജോ പറഞ്ഞത് വെച്ച് തന്നെ പറയാം. ലിജോക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ലിജോ പറയുന്ന ഒരു പബ്ലിക് പെർസ്പെക്റ്റീവ് ആണ്. പബ്ലിക് എന്ത് ചിന്തിക്കുന്നു അത് സെയിംസ് ആണ് ലിജോ പറയുന്നത്. അപ്പൊ ലിജോ പറഞ്ഞു ഇവിടെ ലെഫ്റ്റിന് എതിരെ ഒരു വികാരം ഉണ്ട് എന്ന് ലിജോ പറയുന്നു. അതിന്റെ കാരണമായിട്ട് വികസനം ഉണ്ടായില്ല എന്ന് ചോദിക്കുമ്പോൾ ലിജോക്ക് മറുപടി ഇല്ല. എന്നാൽ ഗവൺമെന്റിനെതിരെ ഗവൺമെന്റ് മാറണമെന്ന് ആളുകൾ ചിന്തിക്കുകയും ചെയ്യുന്നു. അതിന് റീസൺ ആയിട്ട് ലിജോ പറയുന്നു വലതു വ്യതിയാനം ഉണ്ടായി എന്നാണ്. അപ്പൊ ഇത് നമ്മൾ പരിശോധിക്കേണ്ടല്ല, എന്താണ് വലതു വ്യതിയാനം സർക്കാരിന് ഉണ്ടാകുന്നത്? ലെഫ്റ്റ് നയിക്കുന്ന ഒരു ഗവൺമെന്റിന് വലതു വ്യതിയാനം ഉണ്ടായി എന്നാണ് ലിജോ ആരോപിക്കുന്നത്. അത് ജനങ്ങളിൽ പല ഡയമെൻഷനിലൂടെ ജനങ്ങളുടെ തലയിലേക്ക് കയറാണ്. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അപ്പൊ അതിന് ലെഫ്റ്റിന്റെ അടുത്ത് ഉണ്ടാവുന്ന അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാല്, ഗവൺമെന്റിൽ ഒരിക്കലും വലതുപക്ഷ വ്യതിയാനം ആരോപിക്കാനേ കഴിയില്ല. എനിക്കൊന്ന് കണക്ഷൻ ഇതായി പറയും. ലിജോയ്ക്ക് കേൾക്കാം. ലിജോ, ഈ തുഫേൽ ഈ പറയുന്ന ഈ പോയിന്റിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ഒരു ലേമാന്റെ ചിന്ത അനുസരിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, ശരിയാം വണ്ണം ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പോ ഇത് മാത്രമല്ല, കേവലം ഈ തിയറിറ്റിക്കലായിട്ടുള്ള സംഗതി മാത്രമല്ല, ഇത് പൊതുമണ്ഡലത്തിൽ കാണുന്ന കാര്യങ്ങൾ തന്നെ. എന്താ പറയാ, ഈ ധരണ പരാജയം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ നോക്കി, ആര് മേഖല അതിനകത്ത് വലിയൊരു തകർച്ച നേരിടുന്നു എന്നുള്ളൊരു പെർസെപ്ഷൻ വരുന്നുണ്ട്. അത് ചുമ്മാ വരുന്ന പെർസെപ്ഷൻ അല്ല, വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്, ഫാക്റ്റ് ആണ്. അപ്പോ അതിന് മറുപടി പറയാനായിട്ട് പലതും കഴിയുന്നില്ല. കത്രിക വെച്ച് ശസ്ത്രക്രിയ ചെയ്യുന്നു, നമുക്കൊരു തമാശയായിട്ട് തോന്നാമെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങള് ജനങ്ങൾ ചിന്തിക്കാം. മുൻപ് ചില ആൾക്കാർ വരുന്ന മുൻപ് സംഭവിച്ചിട്ടുണ്ട്, ഇനി സംഭവിക്കാന്നൊക്കെ പറയുന്നത്, ഇത് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ വാർത്താ മാധ്യമങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്തൊക്കെയായാലും ഇന്ന് പൊതുമധ്യത്തിൽ അതൊക്കെ ഉള്ളപ്പോൾ ജനങ്ങൾക്ക് ഇത് ഇത് ദഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനൊക്കെ കാര്യങ്ങൾ നടക്കുമോ? പ്രത്യേകിച്ച് നമ്മൾ ആരോഗ്യ മേഖലയെ കുറിച്ച് ഒത്തിരി വീണ്ടും വരുന്ന ഒരു കാര്യം സംസ്ഥാനമായതുകൊണ്ട്. അപ്പൊ അത് നോക്കിയിട്ട്, പിന്നെ മാത്രമല്ല ആഭ്യന്തര മന്ത്രാലയം തന്നെ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ, അപ്പൊ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നു അവിടെ. ഇപ്പം കേരളത്തിലെ അവസ്ഥ ഞാൻ മൊത്തം ഗുണ്ടാസംഘങ്ങളുടെ ആയാലും, പിന്നെ അതേപോലെ തന്നെ ബക്സിന്റെ കാര്യങ്ങളൊക്കെ ആയാലും, ഇതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പം ഒന്നിനും ഒരു ലൈസൻസ് ഇല്ലാതെ എല്ലാം അഴിഞ്ഞാടി നടക്കുന്ന ഒരു കാര്യമാണ് അത്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, സാധാരണ ആളുകളുടെ സംസാരത്തിൽ ഞാൻ ഉദാഹരണം പറയാം. എന്റെ ഒരു സുഹൃത്തിനെ പറയാം, കേരളത്തിൽ പോയി ചുമ്മാ ആരോടും അങ്ങനെ കയർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ പുള്ളിക്ക് പേടിയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ അങ്ങനെ
കഞ്ചാവ് അടിച്ചിട്ട് നിൽക്കുകയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ സംഭാഷണത്തിൽ അപ്പൊ കേരളത്തിലെ അവസ്ഥ ഒരു താറുമാറായി കിടക്കുകയാണെന്നുള്ള ചിന്തയുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. അതായത് ലോ ആൻഡ് ഓർഡറിന്റെ ഇഷ്യൂ, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അത് താറുമാറായി കിടക്കുക എന്നുള്ള ഒരു ചിന്തയുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ആൾക്കാരോട് എന്താണ്, നേരത്തെ ഉള്ള ഒരു അവസ്ഥയല്ല, ആ ഒരു സൊസൈറ്റൽ ആയിട്ടുള്ള ആ ഒരു സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതിന് പല കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഈ ഗവൺമെന്റ് ആണല്ലോ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെതിരായിട്ട് ഈ ഗവൺമെന്റ് ആണ് ഇതിനുള്ള കാരണമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ആഭ്യന്തര ഇതിന്റെ കാര്യത്തില് പിന്നെ അതേപോലെ തന്നെ ഈ ഭക്ഷ്യ അവസ്ഥകൾ, അതായത് നമ്മൾ നിരന്തരം നമ്മള് ജനങ്ങൾ സാറിന് അടുക്കളയിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ തന്നെ നോക്കുക, അതിനൊക്കെ വില കൂടുകയാണ്. ആ അതിന് വില കൂടാനുള്ള പല കാരണങ്ങളാണ്. പക്ഷെ മുന്നുണ്ടായിരുന്ന അവസ്ഥയല്ല. അപ്പൊ എന്താണ്, ഇതിനകത്തൊക്കെ ഗവൺമെന്റിന് ഒരു പങ്കുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഓൾട്ടർനേറ്റീവ് പ്ലാൻ എന്തെന്ന് പ്രതിപക്ഷ വകുപ്പുകൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിപക്ഷം അവകാശപ്പെടുന്നു. അതിനകത്ത് നല്ലൊരു ബെറ്റർ പ്ലാൻ ഉണ്ട്. അപ്പൊ തന്നെ പറയുന്നു രാഹുൽ ഗാന്ധി ഈ പ്രതിയുദ്ധ യാത്രയുടെ അവസാനം പ്രഖ്യാപിച്ച 5 പ്രോമിസുകൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ അപ്പൊ എന്താണ്, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യം വരുന്നു. പക്ഷെ ഈ ഗവൺമെന്റ് അത് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പൊ കേരളത്തിന്റെ ബജറ്റ് അനുസരിച്ച്, കേരളത്തിന്റെ റവന്യൂ അനുസരിച്ച് കേരളത്തിന് ശരിക്കും ഇത്തിരി ലിമിറ്റേഷൻ തീർച്ചയായിട്ടും അവര് വ്യക്തിയാണ്. അപ്പൊ കേരളത്തിന് കിട്ടേണ്ട ആവശ്യമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല എന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്നു. അതിനകത്തൊരു വസ്തുതയുണ്ട് തീർച്ചയായും. പക്ഷെ അപ്പോൾ തന്നെ ഈ ധനകാര്യ മാനേജ്മെന്റ് ഉണ്ട്, ധനവിനിയോഗം. അപ്പൊ ഈ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായിട്ടൊരു പ്ലാനും സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, നമുക്ക് എക്കണോമിക്സ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്കുള്ളത് ലിമിറ്റഡ് റിസോഴ്സസ് ആണെന്ന്. പക്ഷെ ഈ ലിമിറ്റഡ് റിസോഴ്സിനെ അതിനെ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് അതിന്റെ യൂട്ടിലൈസേഷൻ, പ്രോപ്പർ യൂട്ടിലൈസേഷൻ അത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് താങ്കളും വിദേശത്താണ് ഇത്രമാത്രം കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശത്ത് പോകുന്നതിന്റെ കാര്യം? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കേരളത്തിൽ ഓപ്പർച്യൂണിറ്റികൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നോക്കുക, ഞാൻ എന്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. അമ്മയുടെ കാലത്ത്, അതായത് 1980-ൽ എന്നെ പഠിച്ചവനും പട്ടോകാലിലുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഉന്നത വിദ്യാഭ്യാസം ഉള്ളവനും കേരളത്തിലെ ഒരു ജോലി കണ്ടെത്തുക, തൊഴിൽ കണ്ടെത്തുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവനെ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഒരു പാടായിട്ട് വരുന്ന സാഹചര്യമാണ്. അപ്പം നോക്കുക, ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ചരിത്രം തന്നെ, കേരളത്തിന്റെ ചരിത്രം തന്നെ ഗൾഫ് റെമിറ്റൻസസ് എല്ലാം അത് തന്നെയാണ്. അപ്പൊ അതാണ്. അപ്പൊ ഗൾഫ് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലൂടെ നമുക്ക് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്ത് അവിടെ സെറ്റിലായി ജീവിതം കരുപിടിപ്പിക്കുക, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ആളുകൾ, യുവാക്കൾ അങ്ങോട്ട് പോകുന്നു. പഠനത്തിന്റെ കാര്യങ്ങളായാലും ഒരു വലിയ പെർസെപ്ഷൻ വേറെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ സർവകലാശാല വിദ്യാഭ്യാസങ്ങളായാലും എല്ലാം താറുമാറായി കിടക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയത്ത് അപ്പൊ നോക്കുക, അപ്പൊ അന്ന് ഒരു വലിയ പെർസെപ്ഷൻ ഉണ്ടാക്കിയിട്ടു കേരളത്തിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സർവകലാശാല വിദ്യാഭ്യാസം താറുമാറായി കിടക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം BC-യുടെ വിവാദങ്ങളും പല കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇത് എന്താണ്, ഇത് നിന്നാ ഒരു രക്ഷയില്ല എന്നുള്ളൊരു തോന്നൽ യുവാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ വെളിയിലേക്ക് പോകുന്നത്. വെളിയിലേക്ക് പഠിക്കുകയാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പൊ അങ്ങനെ അതാണ്. അപ്പൊ എന്താ പ്രധാനമായിട്ട് ബേസിക്കലി കേരളത്തിൽ നിന്നാൽ ഒരു രക്ഷയില്ല എന്നുള്ളൊരു ചിന്ത. അതിനകത്ത് ഇടപെട്ട് തുഫയില് അതിനകത്ത് ഈ CPM-നെയും പിണറായി വിജയനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നയാള്, പക്ഷെ കേരളത്തിൽ ഇത്രമാത്രം ചെറുപ്പക്കാരാണ് പോകുന്നത്. എന്താ ഇത് കാര്യം? ഇടയ്ക്ക് എന്റെ കണക്ഷൻ ഒന്ന് കട്ടായി പോയി. ഞാനതിൽ നേരത്തെ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു പെർസെപ്ഷൻ വെറുതെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സാർ. ഇപ്പൊ ലിജോന്റെ അടുത്ത് ഇവിടുത്തെ വിദ്യാഭ്യാസം ആകെ താറുമാറായി കിടക്കുന്നു. എനിക്കറിയില്ല ലിജോ എവിടുന്നാണ് എനിക്ക് പറയുന്നുള്ളൂ. ലിജോ കേരളത്തിലുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും സർവകലാശാല പഠിക്കുന്നതാണോ? എന്താ ടാഞ്ചിലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നും ഇല്ല. ഇതൊരു ഓരോരോ പെർസെപ്ഷൻ അങ്ങ് ക്രിയേറ്റ് ചെയ്യപ്പെടാണ് വെറുതെ. എന്നാൽ ലിജോ അതിനൊരു സൊല്യൂഷൻ പറയട്ടെ. എന്താണ് അതിനൊരു സൊല്യൂഷൻ?
ഇവിടുത്തെ ഭരണം മാറിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ കേരളത്തിൽ നിന്ന് ആൾക്കാരൊന്നും വിദേശത്ത് ജോലിക്ക് പഠിക്കാനും പോകുന്നില്ലെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പോകുന്നുണ്ട്. ഞാൻ അത് നമ്മളതിന് സ്റ്റേറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഒക്കെ കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് അതൊരു സോഷ്യലി ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു ചേഞ്ച് എന്നുള്ള രീതിക്ക് നമുക്കത് പറയാൻ പറ്റും. ഒന്നാമത് കേരളത്തിലെ ആളുകൾ ഭയങ്കര മൊബൈൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്, ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. പ്രത്യേകിച്ച് യങ് ജനറേഷൻ പുറത്തേക്ക് പോകുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് വരുന്നതാണ്. പിന്നെ ഒരു വാസ്തവമാണ്, കേരളത്തിലെ എഡ്യൂക്കേഷനൊന്നും കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട്, കുറച്ചുകൂടെ ഗ്ലോബൽ ലെവലിലേക്ക് വരാനുണ്ട്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ വാസ്തവമാണ്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഒരു പെർസെപ്ഷൻ അങ്ങ് സെറ്റ് ചെയ്തിട്ട് കേരളം ഭയങ്കര മോശമാണ്, ഇവിടെ കുത്തഴിഞ്ഞ് കിടക്കാൻ, ഇവിടെ ഭരണം ശരിയില്ല, അങ്ങനെ പറയുന്നത് ശരിയില്ല. അതാകുമ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് സാധനം അല്ല അത് വരുന്നത്. ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ എന്താണ് സൊല്യൂഷൻ എന്നും പറയണം, ആരാണ് അത് നടപ്പിൽ വരുത്തുന്ന ഏജന്റ് എന്നും പറയാൻ പറ്റും. വിജയ് കേൾക്കാം ഈ പറയുന്നത്, കേൾക്കാം. ഇതെങ്ങനെ കൗണ്ടർ ചെയ്യുന്നു? പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തോട്ട് പോകാണ്ടിരിക്കുന്ന ട്രെയിനിൽ കയറിയിട്ട് പുള്ളി തരാണ് ഞാൻ എറണാകുളത്തോട്ടേക്കാണ് പോകുന്നത് എന്ന് പറയുന്ന ഗവർണർ അങ്ങനെ പറയും. അതൊക്കെ എന്തൊക്കെയോ സാധനം വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്ന പോലെയാണ്. സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് അഡ്രസ് ചെയ്ത് പറയാനൊന്നുമില്ല. അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ട് പറയാൻ അതിനുവേണ്ടി അല്ലേ ഇരിക്കുന്നത്. ഈ പറയുന്ന ഈ തുഫേൽ ഈ പറയുന്ന വേണ്ടി, കാരണം എൻ്റെ ഒരു ധാരണ അനുസരിച്ച് കേരളത്തിലെ എഡ്യൂക്കേഷൻ താറുമാറായി എന്ന് തന്നെയാണ്. ഹയർ എഡ്യൂക്കേഷൻ പഴയതിൽ നിന്ന് ഒത്തിരി വളരെ പുറകോട്ട് പോകും. ഇപ്പോൾ ഡൽഹിയിൽ എൻ്റെ മകൻ ഇവിടെ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്, ഇവിടെ പഠിക്കുകയാണ്. അപ്പം ഈ സിലബസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു കുട്ടിയുടെ സ്റ്റാൻഡേർഡും ഡൽഹി പഠിക്കുന്ന ഒരു കുട്ടിയുടെ സ്റ്റാൻഡേർഡും തമ്മിൽ ആനയാടിൻ്റെ വ്യത്യാസമാണ്. അതിനെ തുഫയിൽ ഒരു കാരണവശാലും കേരളത്തിൽ ഭയങ്കര എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡാണെന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അല്ല, ഞാൻ ആരും എനിക്ക് പറഞ്ഞിട്ടില്ല. എഡ്യൂക്കേഷൻ, കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ ഇന്ത്യൻ ഗവൺമെന്റ് ഉള്ള സമയത്ത്, ഉമ്മൻചാണ്ടിയുടെ സമയത്താണെങ്കിൽ കേരളത്തിൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റണം എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം ഒത്തിരി ഇന്റർനാഷണൽ കോളേജസ് ഇവിടെ സ്ഥാപിക്കുക. ആ അടിസ്ഥാനത്തിൽ എനിക്കൊന്ന് മലപ്പുറത്തൊക്കെ ആ രീതിയിലുള്ള കോളേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പോലെ. അപ്പൊ അത്തരത്തിലൊരു മാറ്റം കേരളത്തിൽ തീർച്ചയായും വരണം. ആ രീതിയിലേക്കുള്ള പടികൾ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത് വെച്ചിട്ട് ഇത് നമ്മൾ ആസ് എ സൊസൈറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇതിനെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. അല്ലാതെ അത് ഗവൺമെന്റിനെതിരെയുള്ള ഒരു പെർസെപ്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ എയറിൽ പറയുന്നു, അത് പോസിറ്റീവായി വരുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, കേരളത്തിന്റെ വിഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള എത്രയോ സിംബോസിയവും ചർച്ചയും ഗ്ലോബൽ പെർസെപ്ഷനും കേരളം അതാണ് മാടയാണ് എത്രയോ പരിപാടികൾ നടത്തി. ഇതിൻ്റെ അകത്തൊന്നും പറയുന്ന പല ഫാക്ടേഴ്സ് അവർ ഉൾക്കൊള്ളുന്നില്ലല്ലോ. ഇതിനകത്ത് ഏത് രീതിയിലാണ് ഗവൺമെന്റിനോട് പറയേണ്ടത്? നേരത്തെ സാറിനറിയാം, ടി.പി. ശ്രീനിവാസനെ SFIക്കാർ പോയിട്ട് സമരം ചെയ്ത് അദ്ദേഹത്തെ ഇതാക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ ലെഫ്റ്റ് ഗവൺമെന്റിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന സമീപനമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ മാറ്റങ്ങൾ വരും. അപ്പൊ അത് ലെഫ്റ്റിനെ സംബന്ധിച്ച് എപ്പോഴും അവർ പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് അവരുടെ പാർട്ടിയും ഗവൺമെന്റും രണ്ടാണ്. ഗവൺമെന്റിന് അവരൊരു അതാണ് പറഞ്ഞാൽ, ഞാൻ തീരായിട്ട് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് അത് പറയുന്നത്. അതല്ല അത് പറയാൻ മറ്റു വാക്കുകൾ എനിക്കില്ല. അതല്ല, ഇതിനകത്ത് വേണ്ടാത്ത ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. പാർട്ടി വേറെയാണ്, ഗവൺമെന്റ് വേറെ, ചുമ്മാ അതിലോട്ട് ഞാൻ വരുന്നത്. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് വരുത്താൻ അവർ ബാലൻസ് കാണുന്നതെന്ന് ഞാൻ പറയും. വിജയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ CPI ആണെങ്കിലും CPM ആണെങ്കിലും അതിനെ പിന്തുണയ്ക്കുന്നവരും ആ ഒരു പോളിസീസുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം ചോദിട്ട്, കേരളത്തിൽ ഈ പറയുന്ന ജോബ് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? അത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഈ പോകുന്ന ജോബിൽ മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷനിലാണെങ്കിലും വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ ജോബ്സ് ഇവിടെ കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. ആ സംഗതി തന്നെയാണ്. അപ്പൊ അത് നാഷണൽ ലെവലിന് എടുത്ത് നോക്കിയാൽ ഓണ്ടർപ്രീന്യൂർഷിപ്പ് ആണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത് നമുക്ക് പറയുന്നില്ലേ, പക്കോട വിൽക്കും. അത് അദ്ദേഹം വളരെ സിംബോളിക് ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ പക്കോട ആ രീതിക്കെങ്കിലും നിങ്ങൾ ഓണ്ടർപ്രീന്യൂർഷിപ്പിലേക്ക് വരൂ, അതിന് സർക്കാർ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ടോ അല്ലെങ്കിൽ ലോൺസ് ആയിട്ടോ തരാം എന്നുള്ള സംഗതിയിലാണ് പറയുന്നത്. കേരളവും ഏകദേശം പറഞ്ഞപ്പം P. രാജീവ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിൽ ഭയങ്കര അധികമായിട്ട് നമ്മൾ നന്നാക്കുന്നുണ്ട്. അദ്ദേഹം കുറെ ഡാറ്റ വെച്ചിട്ട് പറഞ്ഞു, നീതി ആയോഗിന്റെ കുറെ റാങ്കിങ്ങിൽ കേരളമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്നുള്ള രീതിക്കോ ഇതിനെ നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിട്ട് കാണാം.
കൺസ്ട്രക്റ്റീവ് നമുക്ക് വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിമർശിക്കാം. അല്ലാതെ ഇത് വെറുതെ ഒരു പെർസെപ്ഷൻ സെറ്റ് ചെയ്തിട്ട് ഇതെല്ലാം മോശമാണ് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ആർക്കും ഇതില്ല. അതേ പറഞ്ഞത് അങ്ങനെ സെറ്റ് ചെയ്തൊരു പെർസെപ്ഷൻ ജനങ്ങളുടെ ഇടയിൽ പൊളിഞ്ഞു പോയി തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ. അത് ആളുകൾ പതുക്കെ റിയലൈസ് ചെയ്ത് തുടങ്ങി. അത് സെൽഫ് എക്സ്പോസ്ഡ് ആയി തുടങ്ങി. അപ്പൊ അത് എത്രത്തോളം സെൽഫ് എക്സ്പോസ്ഡ് ആവുന്നോ അത്രത്തോളം ലെഫ്റ്റിന് ഗുണം ചെയ്യും. അത് എക്സ്പോസ്ഡ് ആയില്ലെങ്കിൽ UDF തന്നെ അധികാരത്തിൽ വരും. ഞാൻ പിണറായി വരണമെന്നോ പിണറായി വരുന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെ എന്തോ ഒരു പെർസെപ്ഷൻ സെറ്റ് ചെയ്തപ്പെട്ടിട്ട് അത് പതുക്കെ പൊളിഞ്ഞു തുടങ്ങി എന്നാ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തോ മറ്റുള്ള സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് കേരളം എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റേറ്റിനേക്കാളൊക്കെ വളരെ മുമ്പേ വളരെ ഉന്നത സ്ഥായിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ജനങ്ങളുടെ നിലവാരമാണെങ്കിൽ കൂടെ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. പക്ഷെ കഴിഞ്ഞ കാലത്ത് ഇത് വളരെയധികം പുറകോട്ട് പോയി. ഓക്കെ, ഈ പറയുന്ന ഹൈജീൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ. കാരണം നമ്മളൊന്നും കേൾക്കാത്ത ചില സംഭവങ്ങളൊക്കെയാണ് കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടറിൽ ഉണ്ടായിരിക്കുന്നത്. ഇക്കയുമായി ബന്ധപ്പെട്ട പലതും വലിയ സെറ്റ് ബാക്ക് തന്നെയാണ്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്? കേരളത്തിന്റെ ഒരു പൊതുവായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഏജിങ് സൊസൈറ്റി ആയിട്ട് ഞാൻ കാണുക. ഏജിങ് സൊസൈറ്റി നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. യുവാക്കളെല്ലാം വെളിയിലേക്ക് പോവുക. അപ്പോ പത്തനംതിട്ട ജില്ലയിലെ കുമ്മനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ BBC കണ്ടതാ. അതായത് ഒരു ഗോസ്റ്റ് ടൗൺ എന്നൊക്കെയാ പറയുന്നത്. ഇത് പറയുമ്പോഴത്തേന് അവിടെ ആളുകളില്ല. അപ്പോ ഒരു നല്ലൊരു വിഭാഗം കേരളത്തിന്റെ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം ആളുകൾ യുവാക്കൾ പ്രത്യേകിച്ച് അവർ വെളിയിലേക്ക് പോവാ. അപ്പോ കേരളത്തിലെ പോപ്പുലേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു ഏജിങ് സൊസൈറ്റി തന്നെയാണ്. അപ്പൊ ഇവിടെ അടുത്ത തലമുറയാണല്ലോ കേരളത്തെ ഇനി മുന്നോട്ട് നയിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ കരിഞ്ഞുകൊണ്ടും. അപ്പൊ അങ്ങനൊരു തലമുറ ഇല്ലാതെ വന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അപ്പോൾ തന്നെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങള് യഥാർത്ഥത്തില് നമുക്ക് എന്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടറാണല്ലോ ആരോഗ്യ മേഖല. അപ്പം ഇവിടെ ശരിയാവണ്ണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സ്പെൻഡിച്ചർ അത് അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നതില് അവിടെ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? അപ്പൊ ശരിയാണെന്നാ ഈ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് ആ മേഖലയെ കെട്ടിപ്പടുക്കാനായിട്ട് വരുന്നില്ല. ഇതും വേറൊരു കഥ എന്ന് വെച്ചാൽ ഒത്തിരി ബിൽഡിങ്ങുകൾ വന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ വന്നു. അത് മാത്രമല്ലല്ലോ വികസനം. ഒരു സിസ്റ്റം തന്നെ. ആ സിസ്റ്റം ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് മാത്രമാണല്ലോ. ആ സിസ്റ്റത്തിൽ എന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എന്ത് മാറ്റമാണ് LDF ഗവൺമെന്റ് കൊണ്ടുവരുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. പുതിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പടുത്തു, പാലം കൊണ്ടുവന്നു. ഇതെല്ലാം വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അത്യാവശ്യമാണ്. പക്ഷേ സിസ്റ്റത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഈ പഴയ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോ ജനങ്ങൾക്ക് അക്സസിബിലിറ്റി ഉണ്ടോ? എത്രമാത്രം ഒത്തിരി അക്സസിബിൾ ആണ് ഇന്നത്തെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ എല്ലാ മേഖലകളും? അതാണ് ഏറ്റവും ചിന്തിക്കേണ്ടത്. ഇപ്പം ഞാൻ നിൽക്കുന്ന രാജ്യം അല്ലെങ്കിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അക്സസിബിലിറ്റി ഭയങ്കരമാണ്. അപ്പൊ ഏത് ആളുകൾക്കും അതിലേക്ക് പെട്ടെന്ന് എത്താൻ അല്ലെങ്കിൽ അതിന്റെ ആവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു അക്സസിബിലിറ്റി അതുണ്ടോ? അതാണ് പ്രശ്നം. അതാണ് ഞാൻ കാണുന്നത് പെട്ടെന്ന് വരുന്നത്. അപ്പം നമുക്കിത് കൺക്ലൂഡ് ചെയ്യുന്നതിന് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. വിജയുടെ ധാരണയിൽ പൂർണ്ണമായിട്ടും പിണറായി വിജയൻ ഗവൺമെന്റ് മുപ്പൈ പറയുകയാണ് കേരളത്തിലെ ജനവിഭാഗം തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെയാണ്. ഗവൺമെന്റ് മെയ് 4 അന്നല്ലോ സർ, അതോടുകൂടി ഗവൺമെന്റ് ഗുഡ് ബൈ പറയാണ്. എന്ത് പറയുന്നത്? ഗുഡ് ബൈ ആണോ? അതോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സാർ, അതിൽ UDFനും BJPക്കും കൂടാണ് അടിച്ചിട്ടുള്ളത്. ഇവിടെ LDFനല്ല. അത് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ഒരു പക്ഷെ ജനങ്ങൾ ഇപ്പൊ പതുക്കെ ചിന്തിച്ചു തുടങ്ങി. ഇപ്പൊ ലിജോക്ക് ഇപ്പം എന്താണ് ഭരണത്തിലെ പ്രശ്നം എന്ന് ലിജോക്ക് പറയാൻ പറ്റാത്തതുപോലെ ജനങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായിരുന്നു ഇതിനെതിരെയുള്ള പ്രശ്നമില്ല. അപ്പൊ അവർ പതുക്കെ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പിണറായി ഗവൺമെന്റ് തന്നെ രണ്ടാമതും വരുമെന്ന് ഞാൻ പറയുന്നില്ല. ഭയങ്കര നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ്. നല്ലൊരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്തൊരു ടോപ്പിക്ക്